ഡിയർ ഫ്രണ്ട്സ്, ശുഭാൻഷു ശുക്ല ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലെത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ ആയിരിക്കുന്നു. എന്നാൽ രാകേഷ് ശർമ്മ 1984 ബഹിരാകാശത്ത് എത്തിയിരുന്നു. ശുഭാൻഷു ശുക്ല ആക്സിയോം 4 ദൗത്യത്തിലെ 4 പേരിൽ ഒരാളാണ്. സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ക്യാപ്സ്യൂൾ എന്ന ബഹിരാകാശ പേടകം ഫാൽക്കൺ 9 റോക്കറ്റ് ഉപയോഗിച്ച് 2025 ജൂൺ 25 വിക്ഷേപിച്ചു. 39 വയസ്സ് പ്രായമുള്ള ശുക്ലയ്ക്ക് ഭാവി തലമുറയോടുള്ള പ്രചോദനമാണ് തൻ്റെ യാത്രയുടെ ലക്ഷ്യമെന്ന് വെളിപ്പെടുത്തുന്നു. ബഹിരാകാശത്തുള്ള അതിസൂക്ഷ്മ ഗുരുത്വാകർഷണത്തെക്കുറിച്ച് പഠിക്കാൻ ഇവർക്ക് കഴിയുന്നു. ആക്സിയോം 4 അമേരിക്കൻ സ്വകാര്യ ബഹിരാകാശ കമ്പനിയാണ്. ആക്സിയോം 4-ൽ 4 ബഹിരാകാശ സഞ്ചാരികൾ ഉണ്ട്. ആക്സിയോം 4-നെ നയിക്കുന്നത് 65 വയസ്സുള്ള പെഗി വൈറ്റ്സൺ എന്ന നാസയിലെ വിരമിച്ച ആസ്ട്രോനോട്ടാണ്. വൈറ്റ്സൺ 675 ദിവസം ബഹിരാകാശത്ത് കഴിഞ്ഞ് റെക്കോർഡിട്ട വ്യക്തിയാണ്. മറ്റുള്ള അംഗങ്ങൾ പോളണ്ടിൻ്റെ സ്ലാവോസ് ഉസ്നാൻസിയും ഹംഗറിയുടെ ടിംബോർ എന്ന ആളുമാണ്. ആക്സിയോം സ്പേസ് എക്സിൻ്റെ 4ാമത്തെ ദൗത്യമായിരുന്നു ഇത്. ഈ ആക്സിയോം 4-ൻ്റെ വിക്ഷേപണത്തിലൂടെ ഇന്ത്യ, പോളണ്ട്, ഹംഗറി എന്നീ രാജ്യങ്ങൾ 40 വർഷങ്ങൾക്ക് ശേഷം ബഹിരാകാശത്തെ സാന്നിധ്യം സജീവമാക്കുന്നു. മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ സ്പേസ് എക്സിൻ്റെ 18ാമത്തെ മനുഷ്യരെയും കൊണ്ടുള്ള യാത്രയും ആയിരുന്നു. ISS 400 കിലോമീറ്റർ ഉയരത്തിൽ ഭൂമിയെ ചുറ്റുന്ന ബഹിരാകാശ സ്റ്റേഷനാണ്. ISS-ൽ ആക്സിയോം ക്രൂ 2025 ജൂൺ 26 4:30 വിജയകരമായി ഡോക്ക് ചെയ്തു. കെനഡി സ്പേസ് സെൻറ്ററിൽ ഫ്ലോറിഡയിൽ നിന്ന് 2025 ജൂൺ 25 ഈ ദൗത്യം വിക്ഷേപിച്ചു. ആക്സിയോം 4 28 മണിക്കൂർ യാത്രയ്ക്ക് വേണ്ടി വന്നു ISS-ലെത്താൻ. ശുഭാൻഷു ശുക്ലയുടെ ബഹിരാകാശ യാത്ര ഭാവി തലമുറകൾക്ക് പ്രചോദനമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.